കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായി 11ാം നാൾ പ്രതിഷേധം തണുപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി ഷിബു ബേബി ജോണും അല്പം മുമ്പ് എത്തി. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തെന്ന് ആവർത്തിച്ചാണ് മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചത്. കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വിമർശനത്തിൽ അദ്ദേഹം തെറ്റൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരുടെ വൈകാരികത മനസ്സിലാക്കുന്നുവെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിച്ച് രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി ബി അബ്ദുൽ ഗഫൂറും മന്ത്രിമാരെത്തിയെങ്കിലും അധിക്ഷേപ പരാമർശത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന്റെ കുടുംബം മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശങ്ങളിലെ അതൃപ്തിയും കുടുംബം പ്രകടിപ്പിച്ചു. ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിലിരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യക്തവും ഒരു ഫ്യൂച്ചറിൽ അതെങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുളും തിരുവനന്തപുരത്ത് നിന്ന് അനുരു അശോകനുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം കൊല്ലത്ത് ഷമീറിലേക്ക്. ഷമീർ, മുഖ്യമന്ത്രി അവിടെ നേരിട്ട് സന്ദർശിച്ചു. ആളുകളുടെ വിമർശം വൈകാരികമായിട്ട് അത്തരം സന്ദർഭങ്ങളിലെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. 11 ദിവസത്തിന് ശേഷമാണ് വരുന്നത് എന്ന് വൈകിയെന്നൊക്കെ പറയാമെങ്കിൽ പോലും വളരെ ഒരു ആശ്വാസകരമായിട്ടുള്ള സന്ദർശനമായി അദ്ദേഹത്തിൻ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അവിടെ ആരെയൊക്കെ കണ്ടു അദ്ദേഹം? എന്താണ് അദ്ദേഹം പറഞ്ഞത്? സനീഷ്, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി അമ്മ രേഷ്മയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതായത് കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. അതുകൊണ്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അതിൽ കുടുംബത്തിന് ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും സർക്കാർ ചെയ്യും. ചില ആവശ്യങ്ങൾ ആ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ കാര്യമായി തന്നെ പരിഗണിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരച്ചിലിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല എന്നത് മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. അതായത് ആ സംഭവം അറിഞ്ഞ അന്ന് മുതൽ, അതായത് കൊല്ലത്ത് നടന്ന ബോട്ടപകടത്തിൻ്റെ സംഭവം അറിഞ്ഞ അന്ന് മുതൽ തന്നെ മന്ത്രി ഷിബു ബേബി ജോൺ പുലർച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തി ഈ സംഭവങ്ങളെക്കുറിച്ച്, അതായത് കടലിൽ കാണാതാകുന്നവരെ കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അവരെ കണ്ടെത്തുന്നതിനും 2-3 മണിക്കൂറുകളാണ് ആ മന്ത്രിമാരുമായി എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ തെരച്ചിലിനായി ഇത്തരത്തിൽ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ മറൈൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിൻ്റെയൊക്കെ ബോട്ടുകൾ പോയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് അത് തിരികെ വന്നത്. അവരുടെ ജീവന് കൂടി ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് തിരികെ വന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ മുതലപ്പുഴയിലെ ഷിജിൻ്റെ കുടുംബം മാപ്പ് പറയണമെന്നുമൊക്കെ ഒരു കമ്മ്യൂണിറ്റിയെ ആക്ഷേപിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത്, ആ കുടുംബങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്, അവർ അത് പറഞ്ഞോട്ടെ, അതിലെന്താണ് തെറ്റ് എന്നാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. അത് അവരുടെ വികാരമാണ്, ആ വികാരം അവർ പ്രകടിപ്പിക്കട്ടെ. ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ആ വികാരം പ്രകടിപ്പിക്കുന്നത്. ആ വികാരത്തെയൊക്കെ തന്നെ താൻ മാനിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ നീണ്ടകരയിൽ വന്നത്. രണ്ടാമതായി നമ്മൾ ചോദിച്ചത്, താങ്കൾ മുതലപ്പുഴയിലേക്കും വിഴിഞ്ഞത്തേക്കുമൊക്കെ സന്ദർശനം നടത്തുമോ എന്ന ചോദ്യത്തിൽ അതല്ല നിലവിലെ പ്രശ്നം. അവർക്ക് ആശ്വാസം നൽകുക എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് എന്തെങ്കിലും സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുക, അത് ചെയ്യും. ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിനെയും അതുപോലെ തന്നെ നമ്മുടെ മറൈൻ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഖി ദുരന്തത്തിന് ശേഷവും ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടപ്പിലായിട്ടില്ല. പക്ഷേ തൻ്റെ ഭരണകാലത്ത് അതൊക്കെ തന്നെ നടപ്പിലാക്കും എന്നൊരു വാഗ്ദാനം കൂടി അദ്ദേഹം നൽകി. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞ കാര്യം, സർക്കാരിൻ്റെ ഭാഗത്ത് ഫിഷറീസ് മന്ത്രി അടക്കമുള്ളവരുടെ സന്ദർശനം വൈകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചുവെങ്കിലും അദ്ദേഹം അതിനൊന്നും മറുപടി നൽകിയില്ല. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വികാരത്തിനൊപ്പമായിരിക്കും ഈ സർക്കാർ പ്രവർത്തിക്കുക. ഈ സർക്കാർ നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളിക്ക് ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ തന്നെ സർക്കാർ ചെയ്യും. നിലവിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുക
വരികയാണ്. മുമ്പ് താൻ ഒരിക്കൽ പറഞ്ഞിരുന്നു 7 വർഷം വരെ ഇവരുടെ ഈ നഷ്ടപരിഹാര തുകയൊക്കെ കിട്ടാൻ സമയമെടുക്കും. പക്ഷേ അതൊക്കെ ഉടൻ തന്നെ മാറ്റും. വളരെ വേഗത്തിൽ ആ കുടുംബങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ ആ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് രേഷ്മയ്ക്ക് നൽകിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഒപ്പം തന്നെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയും അദ്ദേഹം അവിടെ വെച്ച് പ്രശംസിച്ച ശേഷമാണ് അദ്ദേഹം പോയത്. എന്തായാലും തിരച്ചിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചത്. നന്ദി ഷമീർ. ആ വിവരങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് അനുരു അശോകനാണ് ചേരുന്നത്. അനുരു, അവിടെ കൊല്ലത്ത് നീണ്ടകരയിൽ മുഖ്യമന്ത്രിയും വിമർശങ്ങളെ വിശാല മനസ്സോടെ കാണും. അത് സ്വാഭാവികമല്ലേ? അങ്ങനെ ഒരു വിമർശം വരുന്നത് സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വൈകാരിക പ്രകടനമല്ലേ എന്ന് അദ്ദേഹം നല്ല നിലപാടെടുത്ത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അവിടെ പക്ഷേ അദ്ദേഹത്തിൻ്റെയും മന്ത്രി കെ മുരളീധരൻ്റെയും ശരിയല്ലാത്ത പരാമർശങ്ങൾ പിൻവലിക്കണം എന്ന് തന്നെ ബന്ധുക്കൾ അവിടെ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടുന്നത് നമ്മൾ കേട്ടു. രമേശ് ചെന്നിത്തല മറ്റു മന്ത്രിമാർ എങ്ങനെയാണ് അത്തരം ആവശ്യങ്ങളോട് പ്രതികരിച്ചത്? അവിടെ എന്താണ് ഉണ്ടായത്? സനീഷ്, ഇന്ന് 11 മണിയോടുകൂടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ മുതലപ്പുഴയിലും മത്സ്യത്തൊഴിലാളികളെ വള്ളം മറിഞ്ഞ് കാണാതായിട്ട് ഇപ്പോൾ 11 ദിവസമായി. ഈ 11 ദിവസത്തിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ഇന്ന് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും എത്തിയത്. ആദ്യം അദ്ദേഹം എത്തിയത് വിഴിഞ്ഞത്താണ്. ജിജിയെ അദ്ദേഹം സന്ദർശിച്ചു. നമുക്കറിയാം, ജിജി ശക്തമായ നിലപാടാണ് ഈ സർക്കാരിനെതിരെ എടുത്തത്. കാരണം മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെതിരെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെ കെ മുരളീധരൻ നടത്തിയ പരാമർശത്തിൽ അതിൽ ഖേദപ്രകടനം നടത്തിയേ മതിയാവൂ എന്നുള്ള അടിയുറച്ച നിലപാടിൽ തന്നെയാണ് ജിജി തന്നെ കാണാനെത്തിയ, തന്നെ ആശ്വാസ വാക്കുകൾ നൽകാനെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടക്കം ഈ നിലപാട് ജിജി ആവർത്തിക്കുകയായിരുന്നു. കൂടാതെ ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അത്രത്തോളം പര്യാപ്തമല്ല, എന്തൊക്കെ മുൻകരുതലുകൾ ഇനി ഭാവിയിൽ സ്വീകരിക്കണമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ആ കുടുംബം മുന്നോട്ട് വെച്ചു. എന്തായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു SOP തയ്യാറാക്കും എന്നുള്ളത് തന്നെയാണ് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം മുതലപ്പുഴയിലെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷിജിനെ കാണാതായത്. ഈ ദിവസങ്ങളിലടക്കം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ വിളിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിജിൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം മുതലപ്പുഴി തീരദേശ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നാണ് ആ ഫിഷറീസ് മന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും എത്തിയത്. ഈ മുതലപ്പുഴയിൽ കഴിഞ്ഞ വർഷങ്ങളിലടക്കം 84 മത്സ്യത്തൊഴിലാളികളാണ് ഈ മുതലപ്പുഴി അണമുഖത്ത് വെച്ച് വള്ളം മറിഞ്ഞ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുതലപ്പുഴയിൽ ഇനി ഭാവിയിൽ ഇത്തരങ്ങൾ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ മുൻഗണന നൽകുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രി പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് പ്രത്യേക സംഘം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മുതലപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, അതായത് ഗോൾഡൻ അവർ, നമുക്ക് ഈ ഷിജിൻ്റെ മരണത്തിലായാലും നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീമോൻ്റെ മരണത്തിലായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വള്ളം മറിഞ്ഞ് അവർ ഉടനെ തന്നെ കരയ്ക്ക് നീന്തി അടുത്തെങ്കിലും ശക്തമായ തിരമാലയിൽ അവർ വീണ്ടും ഒഴുകിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. കുടുംബവും നാട്ടുകാരും പറയുന്നത് ഈ വിവരം പ്രത്യേകിച്ച് തീരദേശ പോലീസിനെ അറിയിച്ചെങ്കിലും അവർക്ക് കാര്യമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല. അവർക്ക് അതിൻ്റേതായ ഇക്വിപ്മെൻറ്റ്സിൻ്റെ കുറവുണ്ടായിരുന്നു. നേവിയുടെ സഹായം തേടിയെങ്കിലും അതിനും കുറേ നൂലാമാലകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം നൂലാമാലകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. കൂടാതെ ഇനി ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം. നന്ദി അനുരു. വിവരങ്ങൾക്ക് ഏതായാലും ആ തരത്തിലുള്ള സങ്കടം ഇപ്പോഴും ആ തീരത്താകെ തന്നെയുമുണ്ട്.